ഹലോ ഗൈസ്, ഭയങ്കര ചൂടാണ് കുറച്ച്. എനിക്ക് തോന്നുന്നു 42 or 45 അതിൻ്റെ ബിറ്റ്വീൻ ആ ഒരു ഫിഗറാണ് ദുബായിൽ ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനിടയിലുള്ള ഭയങ്കര തിരക്കിട്ട ഓട്ടത്തിനിടയിലുള്ള ചെറിയൊരു ക്വിക്ക് വീഡിയോ ആണത്. സോ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഇന്നൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഷൊട്ടാപ്പിയുടെ ബർത്ത്ഡേ ആണ് നാളെ June 1st. സോ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളതായിട്ടുള്ള സ്പേസിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇത്തവണ ഡിസൈഡ് ചെയ്തത്. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഫാമിലിനൊക്കെ വിളിച്ചിട്ട് ഒരു ഗ്യാതറിങ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ. പക്ഷേ അത് എന്തുകൊണ്ട് കുഞ്ഞൊരിക്കലും അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നി. കുഞ്ഞിനങ്ങനെ കുറേ ആളുകളോ കൂടെ ബഹളം ആ പരിപാടി ഒന്നും അത്ര ഇഷ്ടമില്ല. ആൾ കുറച്ചും കൂടെ മറ്റേ കാം സിറ്റുവേഷൻ മാക്സിമം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെയാണ്. അത്രയല്ല പ്രായമായിട്ടുള്ളൂ, വളരെ ചെറുതല്ലേ. അപ്പം കുറച്ചും കൂടെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഒക്കേഷൻ മാറ്റിയിട്ട് ആൾക്ക് കുറച്ചുകൂടെ ആളുടെ കൂടെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ ആ രീതിയിൽ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സോ ജോർജിയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. സോ ഇപ്പോൾ സംഭവം നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്നാണ് ആക്ച്വലി മൈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനർ ബൊട്ടിക്ക് ഉണ്ട് കൊച്ചിയിൽ. സോ അവരുടെ അടുത്താണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മഞ്ജു ചേച്ചി ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടൊന്നും ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ കയ്യിൽ അത് കൊടുത്തുവിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ ചേച്ചി ഗ്രാൻഡ് ഹയാത്തിലുണ്ട്, ചേച്ചിയുടെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. സഫ ആക്ച്വലി അവിടെ കുഞ്ഞിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികൾ, അവൾ വർക്ക് ഫ്രം ഹോം ആണ്. സോ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് പിടിപ്പത് പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ പാക്കിങ് പരിപാടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കൽ, അതിൻ്റെ പോകാനുള്ള ബഹളങ്ങൾ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ആൾ സെറ്റാണ്. സോ ഞാൻ ഈ ഡ്രസ്സ് എടുക്കണം, എന്നിട്ട് വൈകിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടുണ്ട് കുട്ടിയുടെ. എപ്പോഴും ഈ ബ്രിഡ്ജിൻ്റെ ഭാഗത്തൂടെ വരുമ്പോൾ ഈ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ബിൽഡിംഗ് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലാണ് അകത്തോട്ട്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രാൻഡ് ഹയാത്തിൽ വരുന്നത് മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുക്കാനാണ്. അതായത് ദുബായിലൊക്കെ വന്ന സമയത്ത് മമ്മൂക്ക എവിടെയാണ് താമസിക്കാറെന്നൊക്കെ എല്ലാവരും പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഈ വഴി കയറുന്ന സമയത്താണെങ്കിൽ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ആ ഒരു ലെറ്ററൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മമ്മൂക്കയുടെ മുഖമാണ് ആദ്യം ഓർമ്മ വരിക. ഞാനും എൻ്റെ ഫ്രണ്ട് ദിൽഷാദൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. ഓഫീസൊക്കെ ലീവ് എടുത്ത് വരും. ഞങ്ങൾ കാലത്ത് വന്ന് വൈകുന്നേരം, അതായത് രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്ന് വൈകുന്നേരം 6 മണി 7 മണി വരെ ഈ ലോബിയിൽ വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് പോയൊരു കാലമൊക്കെ ഉണ്ട്. അതിനുശേഷം മമ്മൂക്കയുടെ കാണാനും മമ്മൂക്കയോട് സംസാരിക്കാനും മമ്മൂക്കയുടെ കൂടെ ഒക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ ലോബിയിൽ ഇവിടെയാണ് നിൽക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് അടുത്ത് ചെന്നിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കും. അങ്ങനെ അപ്പം മഞ്ജു ചേച്ചി ഞാൻ വിളിച്ചു. അപ്പോൾ ചേച്ചി താഴെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന സമയത്ത് പിന്നെ ഈ മോളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട്, കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബിനീഷേട്ട ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കാണുന്ന ലിഫ്റ്റിൽ നമ്മളങ്ങ് കയറി മുറിയിൽ പോയി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ചേച്ചിയുടെ റൂമിലെത്തിയപ്പോൾ ചേച്ചി അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ചേച്ചി വൈകിട്ട് ഇവൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഷഹീൻ താഹ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഷഹീൻ ബ്രോ ആക്ച്വലി പുള്ളിയാണ് നമ്മുടെ ഭീഷ്മ ബ്രോത്തിൻ്റെ ലുക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ബ്രോ ഇങ്ങനെ ഫോട്ടോ ഉള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ആ കർട്ടനൊന്ന് മാറ്റി പുറത്തോട്ടൊന്ന് നോക്കി. ഭയങ്കര രസമുള്ള വ്യൂ ആണത്. ഫോട്ടോ ഇവിടുത്തെ ഒരു എന്താണ് ഒരു സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് ബ്രോ പുറത്ത് പോയിട്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്ത് കൊണ്ടുവന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. റാൻഡമായിട്ട് ചുമ്മാ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഒരു നിക്കോണിൻ്റെ മെഷീൻ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഫ്യൂജിയുടെ പെൻറ്റാക്സ് ഉണ്ട്. അപ്പം ഫ്യൂജിയുടെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഭയങ്കര രസമുള്ള ഫോട്ടോസാണ് ആക്ച്വലി ഫ്യൂജി. നൈസ് ബ്രോ, കിടലുണ്ട്. എന്തൊരു വിനയം, എന്തൊരു പെട്ടെന്നൊരു വിനയമൊക്കെ വന്ന്. അങ്ങനെ ചേച്ചി ഡ്രസ്സപ്പൊക്കെ ആയി. പിന്നെ താഴോട്ട് ഇവൻറ്റിലോട്ട് ഇറങ്ങി. ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചേച്ചിയായിട്ട് ഫോട്ടോ എടുക്കുന്നു. മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പതിയെ അവിടെ ആളുകൾ കൂടി തുടങ്ങി. ഓഫ് കോഴ്സ് എനിക്കപ്പോൾ തന്നെ കോളും വന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പതിയെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ചേച്ചിയുടെ തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് വേണം. ജസ്റ്റ് ഒരു ബൈ പറയാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആക്ച്വലി. പിന്നെ അവിടെ ഇവൻറ്റ് പരിപാടികളൊക്കെ സ്റ്റാർട്ടായി, അതിൻ്റെ തിരക്കുകൾ തുടങ്ങി. മാത്രമല്ല ഇവിടെ ലൈറ്റ് ആവശ്യം ഇങ്ങനെ ഡൗൺ ആയി തുടങ്ങി. ഇപ്പോൾ നല്ല ഗോൾഡൻ അവേഴ്സിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ പാർസൽ കിട്ടി, ഇതാണ്. സോ താങ്ക് യു മൈ ഡെസ്റ്റിനേഷൻ ടീം, നിങ്ങൾ അടിപൊളിയായി ചെയ്തു തന്നിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാനത് കിട്ടുമെന്ന് വിചാരിച്ചല്ല സത്യം പറഞ്ഞു. പിന്നെ ഇനി നേരെ പോകുന്നു. ഇപ്പം നമ്മുടെ അമ്രോക്ക് ആക്ച്വലി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് നൗഫിൽ. ദെൻ സഫയും പിന്നെ സാബിക്കെല്ലാം അവർ പാരലലി വേറെ ഏതോ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊരു 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞാൻ ഐ തിങ്ക് റണ്ണിങ് ലൈറ്റ്. അപ്പം ഒരു 13 മിനിറ്റ്സ് കാണിക്കുന്നത് ഹാർഡ്ലി ഒരു 13-14 മിനിറ്റ്സിനുള്ളിൽ ഞാനും റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മഞ്ജു ചേച്ചിനെ കാണാൻ പോയ സമയത്ത് ഹയാത്തിൽ മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്കാനെ കാണാൻ പറ്റി, കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. അത് ഒരു അടിപൊളി പരിപാടിയായിരുന്നു. ലാസ്റ്റ് വീക്ക് അതുപോലെ ഞങ്ങൾ ഷോട്ടാപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദുബായ് മാളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി പിക്ചർ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം എപ്പോഴാണ് കാണുന്നത്, എനിക്ക് അതും കാണാൻ പറ്റി. സോ ഈ വരവ് ഇതുവരെ ടോട്ടലി ഇപ്പോഴത്തെ നമ്മുടെ ജോർജിയൻ പരിപാടി ആരംഭിച്ചിട്ട് വളരെ കലക്കനാണ്. സോ ബർത്ത്ഡേൻ്റെ രാശി കൊള്ളാം. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ട് കാണാം. സോ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടിനുള്ള ഏരിയ എത്തി. ഇത് ജദ്ദാഫാണ്. ജദ്ദാഫ് ഹാർബറിൻ്റെ ഏരിയയിലാണ്. ഇത് വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി അവരവിടെ എവിടെയോ ഉണ്ട്. ഞാനൊന്ന് തിരഞ്ഞു നോക്കട്ടെ. കുറച്ച് ലേറ്റായത് നന്നായി തോന്നുന്നു. കുറച്ച് ചൂട് കുറവുണ്ട് അതുകൊണ്ട്. ആ ഏരിയയിൽ എവിടെയോ ആണ്. പോയി നോക്കട്ടെ എന്തായാലും. മോഡലിങ്ങനെ അമ്പായിരുന്നു. ആ കഴിഞ്ഞോ? അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഇത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൊട്ടാപ്പിനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടും നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ ഷൊട്ടാപ്പി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ആ കോസ്റ്റ്യൂമും ക്രൗഡും ആ മാജിക് സ്റ്റിക്കൊക്കെ കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോസിൻ്റെ ഔട്ട് വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. എല്ലാം നല്ല കിഡിലൻ ഫോട്ടോസ്. നമ്മൾക്കത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാ നമ്മൾ തിരിച്ച് ദുബായിൽ നിന്ന് ഷാർജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് നല്ല പോലെ കാണിക്കുന്നുണ്ട് മാപ്പിനകത്ത്. ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ നമുക്കായിരിക്കും മൊബൈലിലൊരു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല. ഷൊട്ടാപ്പിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 1. ഇന്ന് 31. നമ്മളിപ്പോൾ ജോർജിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഓൾറെഡി 11 കഴിഞ്ഞു. 1:30ക്കാണ് ഫ്ലൈറ്റ്. ഒരു 11:30 ചെക്ക് ഇൻ ചെയ്യണം. പോണ വഴിക്ക് 1-2 സ്ഥലത്തൊക്കെ കയറാനുണ്ട്. സോ വളരെ ടൈറ്റ് ഷെഡ്യൂളാണ്. എനിവേ ലെറ്റ്സ് സീ. A few moments later. പ്രശ്നമൊന്നുമില്ല. പോകാനുള്ള പൈസ എടുത്തിട്ടില്ല. ATM കാർഡ് കൊടുത്തിട്ടില്ല. പക്ഷെ ആള് മാറ്റി ഒരുങ്ങി വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട സാധനം കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴി തിരിച്ചു വന്ന് കാർഡ് എടുത്തു. ഓ എന്താ ആറ്റിറ്റ്യൂഡ്. നേരത്തെ ഒന്നും ഉണ്ടായില്ല. കാർഡ് ഇല്ലാതായപ്പോൾ മുഖത്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡ് പോയി. യെസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ടെർമിനൽ 2 നമ്മുടെ ഫ്ലൈറ്റ്. രാത്രി 1:15 ഫ്ലൈ ദുബായ് ആണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ സമയം 12 മണിയൊക്കെ കഴിഞ്ഞു. നല്ല ലേറ്റാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ എമിറേറ്റ്സ് ID ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ഓൾസോ. ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാണ്ടിരിക്കാം. സോ ഫൈനലി ഗൈസ് നമ്മൾ ഫ്ലൈറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വരെ എത്തി തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാലോ. കാര്യം 12 മണിക്കാണ് നമ്മൾ രണ്ടാമത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രണ്ടാമത് വീട്ടിൽ തിരിച്ചു പോയല്ലോ. ബിക്കോസ് കാർഡ് എടുക്കാൻ മറന്നുപോയി. പിന്നെ കാർഡ് എടുത്തിട്ട് പിന്നെ തിരിച്ച് വന്ന് നമ്മൾ എയർപോർട്ടിൽ വീണ്ടും എത്തുന്നത് ഐ തിങ്ക് ഒരു 12:20 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ എത്തിയപ്പം പിന്നെ ഒരു 10 മിനിറ്റ് എങ്ങാണ്ടാണ് ചെക്ക് ഇൻ ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ചെക്ക് ഇൻ ചെയ്തത് നമ്മളാണ്. നമ്മുടെ ഫാമിലിയാണ് ലാസ്റ്റ് ചെക്ക് ഇൻ ചെയ്തത്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് കഴിച്ചായിരുന്നു. ഉച്ചക്ക് വളരെ ലേറ്റായിട്ട് കഴിച്ചിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ KFC ഒക്കെ കഴിച്ച് അപ്പൊക്ക് വീണ്ടും ഒരു 12:50 ആയി. അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ തപ്പി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് F5 ക്ലോസ് ചെയ്തതുണ്ട്. പിന്നെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പം നമ്മുടെ ഗേറ്റ് F5 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫൈനൽ കോൾ കണ്ടത് F7 ഫൈനൽ കോൾ കണ്ട്. ഫൈനൽ കോളിന് നമ്മൾ മാത്രം വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ 6 പേരെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു ഫ്ലൈ ദുബായിക്കാരെല്ലാവരും. എന്തായാലും ഇപ്പം കയറി ജസ്റ്റ് ഇങ്ങനെ ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടേക്ക് ഓഫ് ചെയ്യും. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഷൊട്ടാപ്പിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റി. Luna.
ഇവരിങ്ങനെ എന്തൊക്കെ മാറി മാറി ചെല്ലുന്നൊക്കെ ഉണ്ട്. എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല രസം കാണാൻ വേണ്ടി. കാരണം ഈ എനിക്ക് തോന്നുന്നത് പിള്ളേരുടെ പാരൻസും പരിപാടികളൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം ഈ ക്ലൈമറ്റ്. നല്ല രസം. പക്ഷെ തൊപ്പി സമ്മതിക്കണില്ല.